കൊള്ളാം സഹാക്കളെ, എപ്പോഴും ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചും ഒക്കെ ഊറ്റം കൊള്ളുന്ന നിങ്ങൾ ഭരണഘടനയിലുള്ള വകുപ്പുകളും ഭരണഘടനാ സ്ഥാപനങ്ങളും കോടതികളും ഒക്കെ നിങ്ങൾക്കെതിരെ വന്നാൽ ആ സമയം ഇരവാദം ഉയർത്തിക്കൊണ്ട് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഭരണഘടനയെയും കോടതികളെയും ഒക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് അതിനെ അക്രമം കൊണ്ട് അതിൻ്റെ നിയമവാഴ്ചയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശ്രമത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥർക്ക് നേരെ സംഘടിതമായിട്ട് നിങ്ങൾ നടത്തിയ ആക്രമണം. കേരള ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് ED റെയ്ഡിന് വേണ്ടി വന്നത്. അത് ഒരു പാർട്ടി മെമ്പർ പോലും അല്ലാത്ത വീണ വിജയനെതിരെയാണ് അവരുടെ പേരിലുള്ള കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ED വന്നത്. ആ ഒരു സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അവരുടെ കർത്തവ്യം ചെയ്യുന്നതിന് വേണ്ടി വന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പാവപ്പെട്ട ടാക്സി ഡ്രൈവർ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വാഹനത്തിനുമെതിരെ നിങ്ങൾ നടത്തിയ ഈ ഒരു സംഘടിതമായിട്ടുള്ള ആൾക്കൂട്ട ആക്രമണം അത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള രീതിയിൽ കോടതിയുടെ അനുവാദത്തോടുകൂടി ഏത് കോടതിയുടെ അനുവാദമുണ്ടെങ്കിലും EDക്ക് അന്വേഷണം നടത്താൻ പാടില്ല എന്നുള്ള നിങ്ങളുടെ ആ ഒരു തിട്ടൂരം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ എന്താണോ നിങ്ങൾ നടത്തിയത് അതിന്റെ തനിയാവർത്തനമാണ് നിങ്ങൾ കേരളത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. 34 വർഷം ബംഗാളിലൊക്കെ നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ മനന്നൊന്താണ് മടുത്തിട്ടാണ് ജനങ്ങളടുത്ത് തൃണമൂലിനെ അധികാരത്തിൽ കയറ്റിയത്. ആ തൃണമൂൽ വന്നപ്പോൾ എന്തായി സ്ഥിതി? നിങ്ങൾക്കൊരു പാർട്ടി ഓഫീസ് പോലും തുറക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങളെ അവിടെ നിന്ന് അടിച്ചോടിക്കുകയല്ലേ ചെയ്തത് ആ തൃണമൂലിന്റെ ഗുണ്ടകളെല്ലാം. BJP ബംഗാളിൽ ജയിച്ചതിന് ശേഷം അവിടെ ജനാധിപത്യം വരുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള നമ്മുടെ MA ബേബി തുറന്ന ജീപ്പിൽ അവിടെ വിജയാഹ്ലാദം നടത്തുന്നത് കാണുകയുണ്ടായി. എന്താണ് BJP ജയിച്ചതിന്റെ വിജയാഹ്ലാദമായിരുന്നോ സഖാവ് MA ബേബി ബംഗാളിൽ നടത്തിയത്? അല്ല. ഇവർ വളർത്തിയെടുത്ത ഗുണ്ടകൾ കൂറുമാറി തൃണമൂലിലേക്ക് പോയി അവസാനം CPMന്റെ പാർട്ടി ഓഫീസുകൾ വരെ CPMന് മാത്രമല്ല കോൺഗ്രസിന് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് തുറക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ യഥാർത്ഥ ഫാസിസ്റ്റ് നിങ്ങളാണെന്നും യഥാർത്ഥ വർഗീയവാദികൾ നിങ്ങളാണെന്നും അറിയാതിരിക്കാൻ വേണ്ടി BJPയുടെ മുകളിൽ എപ്പോഴും ഇങ്ങനെയുള്ള പദങ്ങൾ ചാർത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു പതിവുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ വർഗീയതയും ഫാസിസവും ഒക്കെ ആരോപിക്കുന്ന ആ ഒരു ജനാധിപത്യ പാർട്ടിയായിട്ടുള്ള BJP അധികാരത്തിൽ വന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതുപോലെ കോൺഗ്രസിനും ബംഗാളിൽ ഇപ്പോൾ ഓഫീസുകൾ തുറക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിയമമൊന്നും നമുക്ക് ബാധകമല്ല എന്നുള്ള നിങ്ങളുടെ ആ ഒരു ധാർഷ്ട്യം ഒരിക്കലും വില പോകില്ല. ബംഗാളിലത്തെ അവസ്ഥ പോലെ തന്നെയാണ് കാശ്മീരിലും. കാശ്മീരിൽ 370 വകുപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങോളം ഇങ്ങോളം അക്രമം നടത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായില്ലേ? അവിടെ 370 വകുപ്പ് റദ്ദാക്കുക മാത്രമല്ല മുൻപത്തെ അവസ്ഥ എന്തായിരുന്നു കാശ്മീരിൽ ഉണ്ടായിരുന്നത്? അവിടെ കല്ലും ആയുധങ്ങളുമായി പട്ടാളക്കാരെ ആക്രമിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് കാശ്മീരിനെ അക്രമത്തിൽ നിന്ന് മുക്തമാക്കി സമാധാന പാതയിലേക്ക് വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമ പ്രതിരോധ സംവിധാനങ്ങളോടാണ് ഇവിടെ നിങ്ങൾ വെല്ലുവിളിക്കുന്നത് എന്ന് ഓർത്താൽ നിങ്ങൾക്ക് നല്ല. ഇപ്പൊ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട ചെറുപ്പക്കാരെ ഇത്തരം കള്ളങ്ങൾ പറഞ്ഞ് അവരെ വഞ്ചിച്ചുകൊണ്ട് ഇത്തരം അക്രമത്തിന് വേണ്ടിയിട്ട് ഇറക്കി വിടുന്ന നിങ്ങൾ ഇപ്പൊ തന്നെ എത്ര പേരാണ് അകത്തായിരിക്കുന്നത്? അവരുടെയൊക്കെ ഇനിയുള്ള ജീവിതഗതി എന്താകും? നിയമം ഒന്നു തന്നെയാണ് എല്ലാ പേരും. അതിന് നിയമപരമായിട്ട് കേസ് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് വരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുകൊണ്ട് ഇതെല്ലാം തടയാമെന്നുള്ള വ്യാമോഹമൊന്നും നിങ്ങൾക്ക് വേണ്ട. അത് ഇതിനകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സാധാരണ ശ്രീ പിണറായി വിജയൻ പറയുന്നത് എന്താണ്? മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ എന്നാണ്. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? അവർ വരട്ടെ, അന്വേഷിച്ചിട്ട് പോട്ടെ. കോടതിയിലായിട്ടുള്ള കേസല്ലേ, നിങ്ങൾക്ക് കോടതിയിൽ തെളിയിക്കാമല്ലോ. അങ്ങനെ കോടതിയിൽ തെളിയിക്കുന്നതിന് പകരം അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിലുള്ള പാർട്ടി അണികളെയും ഗുണ്ടകളെയും വിട്ട് അവരെ ആക്രമിച്ചുകൊണ്ട് ഇനി ഒരു ഉദ്യോഗസ്ഥരും ഇങ്ങനെ അന്വേഷിക്കാൻ വരരുത് എന്ന് ഭയപ്പെട്ട് മാറുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു വശത്ത് ഭരണഘടനാ സംരക്ഷകരെന്ന് നിങ്ങൾ അവകാശപ്പെടുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇവിടെ ആരൊക്കെയോ തകർക്കുന്നു എന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്ന നിങ്ങൾ, മറുവശത്ത് ഭരണഘടനയിൽ പറയുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കുവാനോ ഭരണഘടന അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എവിടെയെങ്കിലും BJP വിജയിച്ചാൽ അവിടെയെല്ലാം വോട്ടിംഗ് മെഷീനെ പഴിചാരുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പരാജയം സംഭവിക്കുമ്പോൾ ആ പരാജയം അംഗീകരിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള അപവാദങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എന്തൊക്കെയോ നേടാമെന്നുള്ള ഒരു ധാരണ ഇനിയും CPM മാറ്റിയില്ലെങ്കിൽ അത് വലിയൊരു വിപത്തായിരിക്കും നിങ്ങൾക്ക് തന്നെ വന്നു ചേരുവാൻ വേണ്ടി. അത് ബംഗാളിൽ സംഭവിച്ചത് തന്നെ
തന്നെ കേരളത്തിലും സംഭവിക്കും. മുമ്പൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ പറയുമായിരുന്നു, നിങ്ങൾ കേരളത്തെ ഒരു ബംഗാളാക്കി തീർക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് കേരളത്തെ ഞങ്ങൾ ബംഗാളാക്കുമെന്നാണ്. കാരണം ബംഗാളിലെ ജനങ്ങൾക്കും നിങ്ങളിലുള്ള കാപട്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനുള്ള പ്രതിവിധിയായിട്ട് BJPയെ അധികാരത്തിൽ കൊണ്ടുവന്നു. ഇന്ന് ബംഗാള് ഒരു പുതിയൊരു ചരിത്രം തുടങ്ങുകയാണ്. ബംഗാളിന്റെ യഥാർത്ഥ ആത്മാവ് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അവർക്ക്. ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് കൂലിപ്പണി തേടിയെത്തിയ ചെറുപ്പക്കാരെല്ലാം ഇന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബംഗാളിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ BJP അധികാരത്തിൽ എത്തിയത് കൊണ്ട് അവർക്ക് അവിടെ തന്നെ ഇനി തൊഴിൽ കിട്ടും എന്നുള്ള ഒരു ധാരണ. കുറെയൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നതിന് വേണ്ടി വ്യാജ ആധാർ കാർഡൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് യഥേഷ്ടം നമ്മുടെ രാജ്യത്ത് ബംഗാളിലും അവിടെ നിന്ന് നേരെ റിക്രൂട്ട് ചെയ്യുന്നത് കേരളത്തിലേക്കാണ്. ധാരാളം ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാരെ അക്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഗുണ്ടകളായി മാറുന്നതിന് വേണ്ടിയും ഒക്കെ ഇവിടെ തീറ്റിപ്പോറ്റിയതൊക്കെ വെറുതെ ആയില്ലേ? അതെല്ലാം അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയത് കാരണം BJPക്ക് അവിടെ അധികാരത്തിലെത്തുവാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള അക്രമവും അതുപോലെ സ്വജനപക്ഷപാതവും ധാർഷ്ട്യവും കൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയെയും അതുപോലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ഒക്കെ അട്ടിമറിക്കാനുള്ള ശ്രമം ദയവായി നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചായാലും സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ചായാലും ഒക്കെ നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ദുഷ്കരമാക്കാതെ, അനാവശ്യമായിട്ടുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ, ജനാധിപത്യപരമായി സമരം ചെയ്ത് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് പറയുവാൻ. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ആദ്യം നമ്മൾ അംഗീകരിക്കേണ്ട നിയമവാഴ്ചയാണ്. സഖാക്കൾക്കൊരു നിയമം, സാധാരണ ജനങ്ങൾക്കൊരു നിയമം, നേതാക്കൾക്കൊരു നിയമം, അണികൾക്കൊരു നിയമം, അങ്ങനെ പാടില്ല. എല്ലാവരും തുല്യരാണ്. നിങ്ങളുടെ ഒരു സാധാരണ സഖാവിന് ബാധകമായത് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കും ബാധകമായത്. അവിടെ വേറെ ഒന്നും വേർതിരിവൊന്നും പാടില്ല. അതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ജനങ്ങളുടെ മുന്നിൽ അവരുടെ കണ്ണുമൂടി കെട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഭരണഘടന എന്ന് വിളിച്ചു പറയുകയും എന്നാൽ നിങ്ങൾക്കെതിരായിട്ട് ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അത് നമുക്കൊന്നും ബാധകമല്ല, അല്ലെങ്കിൽ ഇരവാദം ഉയർത്തിക്കൊണ്ട് അക്രമത്തിലൂടെ നിങ്ങൾ നേരിടാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അത് കാലം മാറിപ്പോയി. അത് ഈ നാട്ടിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള പാവപ്പെട്ട വീടുകളിലെ ചെറുപ്പക്കാരെ, യുവതിയുവാക്കളെ അവരെ വഴിതെറ്റിച്ച് ഈ നാടിനെ വീണ്ടും പിന്നോട്ടടിക്കാനുള്ള നിങ്ങളുടെ ശ്രമമാണ്. ആ ശ്രമത്തിൽ നിന്ന് പിന്മാറണം. പാർട്ടി സഖാക്കൾക്ക് വേണ്ടിയിട്ട്, പാർട്ടി നേതാക്കൾക്ക് വേണ്ടിയിട്ട് അടികൂടി തലപൊട്ടി അതുപോലെ ജയിലിൽ കിടന്നുമൊക്കെ നിങ്ങളുടെ കുടുംബത്തെ വഴിയാധാരമാക്കാതിരിക്കുക. അത്തരത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കണം. എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ വീണ വിജയന് EDക്ക് മുന്നിൽ അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്ത് സർവീസാണ് നിങ്ങൾ കൊടുത്തതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്ത് സർവീസാണ് CMRL നിങ്ങൾ കൊടുത്തത്? ആ സർവീസിന് കിട്ടിയ തുക, ആ തുക അത് എങ്ങനെയാണ് കിട്ടിയത് എന്ന് മുതൽ നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. അത് വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരു കേസുമില്ലല്ലോ. ഇവിടെ നരേന്ദ്രമോദിയും BJPയും ഒന്നുമല്ല നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പുറകെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ സമയത്ത് അയക്കാമായിരുന്നല്ലോ ആളിനെ. ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ യാതൊരുവിധ രാഷ്ട്രീയപരമായിട്ട് യാതൊരുവിധ ജനങ്ങളെ സ്വാധീനിക്കേണ്ട ഒരു അവസ്ഥയില്ലാത്ത, പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കപ്പെടേണ്ട ഒരു അവസ്ഥയില്ലാത്ത സമയത്ത് എന്തിനാണ് EDയെ ഈ സമയത്ത് വിടുന്നത്? യാതൊരുവിധ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് നിങ്ങൾ തന്നെ കൊടുത്തിരുന്ന കേസ്, നിങ്ങൾ തന്നെ ഈ FIR കോഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്ത കേസ് അത് ഹൈക്കോടതി തള്ളുകയും EDക്ക് കേസുമായി മുന്നോട്ട് പോകാമെന്നുള്ള അനുവാദം നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ED റെയ്ഡ് നടത്തിയത്. ഇത് വീണ വിജയനെതിരെയാണ് റെയ്ഡ് നടത്തിയത്. ആ വീണ വിജയനെതിരെ റെയ്ഡ് നടക്കുമ്പോൾ അത് പിണറായി വിജയനെതിരെയാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്നത് ഒട്ടും ഭൂഷണമല്ല. അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ ആയാൽ തന്നെ എന്താണ് പ്രശ്നം? ഇവിടെ വേറെ മുൻ മുഖ്യമന്ത്രിമാരെതിരെയൊന്നും കേസ് വന്നിട്ടില്ലേ? അവരെ ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്നത് എന്താണ്? ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ. അപ്പൊ പിണറായി വിജയനെതിരെയാണെങ്കിൽ കൂടെ അത് പാർട്ടി അണികളെ ഉപയോഗിച്ച് ചെറുക്കാമെന്ന് വിചാരിക്കുന്നത് ജനാധിപത്യത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്തവരല്ലേ അങ്ങനെ ചെയ്യുന്നത്? അക്രമത്തിലൂടെ ജനാധിപത്യ വ്യവസ്ഥയെ മറിച്ചിടാം എന്ന് വിചാരിക്കുന്നത് അത് പാടില്ല. പിണറായി വിജയനെതിരെയാണ് വരുന്നതെങ്കിലും അദ്ദേഹം അത് കോടതിയിൽ തെളിയിക്കണം. നിങ്ങളും അങ്ങനെയാണല്ലോ ചെയ്തിരുന്നത്. നിങ്ങളും അധികാരത്തിലിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ എന്താണ് ചെയ്തത്? അവിടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പറയുന്നത് എന്താണ്? നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നല്ലേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് പോകും. പക്ഷെ നിയമത്തിന് മുന്നിൽ പാർട്ടി സഖാക്കളെന്നോ മറ്റ് പാർട്ടിക്കാരെന്നോ അല്ലെങ്കിൽ സാധാരണ മറ്റ് ജനങ്ങളാണെന്നോ ഒന്നും വ്യത്യാസം പാടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 പറയുന്നത്
നോ സിറ്റിസൺ ഈസ് എബോവ് ദ ലോ, ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. അതിനെയാണ് നമ്മൾ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്, അത് നിയമവാഴ്ച എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമവാഴ്ചയിൽ വിശ്വസിക്കുക, കള്ള പ്രചരണങ്ങൾ നടത്താതിരിക്കുക. ആ നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ വരുമ്പോൾ അത് കേന്ദ്രത്തിൽ നിന്ന് വരുന്നോ സംസ്ഥാനത്തിൽ നിന്ന് വരുന്നോ അത് വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നോ എന്നുള്ളതല്ല. നിയമപരമായിട്ടൊരു ഉദ്യോഗസ്ഥന് അന്വേഷിക്കാൻ വേണ്ടി വന്നാൽ അവർക്ക് വേണ്ട തെളിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗം തെളിയിക്കുന്ന രീതിയിലുള്ള എവിഡൻസ് നമ്മൾ കൊടുക്കുക. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി നിയമപരമായിട്ടല്ല അവർ പെരുമാറുന്നതെങ്കിൽ, അബ്യൂസ് ഓഫ് ലോ അവിടെ വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും കോടതിയിൽ നമ്മുടെ ഭാഗം പറയാവുന്നതേ. ഇപ്പോ ഇത്രയും അക്രമം നടത്തിയപ്പോൾ എന്ത് ചെയ്തു? ലോകം മുഴുവൻ അറിഞ്ഞു. പിണറായി വിജയൻ കള്ളനാണെന്നുള്ള ഒരു തരത്തിലുള്ള വാർത്ത ലോകം മുഴുവൻ അവിടെ അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അപ്പോൾ ഇത്തരത്തിൽ കോലാഹലങ്ങളൊന്നുമില്ലാതെ, ഇത്രയും ചെറുപ്പക്കാരെ ജയിലിലാക്കാതെ, അവരുടെ ഭാവി നശിപ്പിക്കാതെ, പൊതുജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ചിത്രം നൽകാതെ, നിയമവ്യവസ്ഥയെ നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിയമപരമായിട്ട് നേരിടാവുന്ന ഒരു കാര്യത്തെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി പിണറായി വിജയൻ അത് പാർട്ടിക്ക് കൊടുത്ത പണിയാണോ, പാർട്ടി അണികൾക്ക് കൊടുത്ത പണിയാണോ, ഇനി പാർട്ടി മറ്റ് നേതാക്കളും പ്രവർത്തകരും പിണറായി വിജയന് കൊടുത്ത പണിയാണോ എന്ന് കാത്തിരുന്ന് കാണും. എന്തായാലും നാറേണ്ടത് നാറി, കിട്ടേണ്ടത് കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതെങ്കിലും കൊണ്ട് പാഠം പഠിക്കുക. ഇനിയും നമ്മുടെ കേരള സമൂഹത്തിൽ വേറൊരിടത്തും നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല, ആകെയുള്ള സ്ഥലം കേരളമാണ്. അപ്പൊ കേരള സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ കാണിക്കാതിരിക്കുക, അക്രമങ്ങൾ കാണിക്കാതിരിക്കുക, നിയമപരമായിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ നേരിടാനും അതുപോലെ തന്നെ ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായങ്ങളെയും പ്രതിഷേധങ്ങളെയും എതിരഭിപ്രായങ്ങളെയും ഒക്കെ മാനിക്കാനുമുള്ള ഒരു മനസ്ഥിതി, സഹിഷ്ണുത നമ്മുടെ ഈ പറഞ്ഞ നേതാക്കളും പിണറായി വിജയനും CPM-ഉം അത് ഒന്ന് വളർത്തിയെടുക്കുന്നത് വളരെ ഭൂഷണമാണ്. അത് നമ്മുടെ നാടിന് നല്ലതാണ്. പണ്ടത്തെ പോലുള്ള അക്രമമൊന്നും നടത്തി ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്കെന്നല്ല, ആർക്കും സാധിക്കില്ല. അക്രമത്തെ ജനങ്ങളത് വെറുക്കുന്നുണ്ട്. അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ വേർതിരിവൊക്കെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് നല്ലപോലെ നിങ്ങളത് കേരളത്തിൽ അത് പയറ്റി നിങ്ങളത് വിജയിക്കുന്നുമുണ്ട്. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയും. അവർക്ക് പണ്ടത്തെ പോലെയല്ല, ഇപ്പോ പതിയെ അവർ തിരിച്ചറിഞ്ഞു വരികയാണ്. അതിന്റെ തെളിവുകളാണ് BJP-യുടെ കേരളത്തിലെ ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ബംഗാളിൽ നമുക്കറിയാമല്ലോ, 3 സീറ്റിൽ നിന്ന് ഇപ്പോ ബംഗാൾ ഭരിക്കുന്ന അവസ്ഥയിലേക്ക്, ഇത്രയും 208 സീറ്റോടുകൂടി BJP അവിടെ ഭരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ബംഗാൾ എന്ന് 34 വർഷം, കേരളം പോലെയല്ല, കേരളം മാറി 5 വർഷം കഴിയുമ്പോൾ മാറി ഭരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ഭരിച്ചു. ഇത്രയും കിരാതമായിട്ടുള്ള 50 വർഷത്തോളമുള്ള നിങ്ങളുടെ ആ ഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് BJP-യെ അവിടെയുള്ള ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയെങ്കിൽ ഒരു സംശയവും വേണ്ട, വരും നാളുകളിൽ കേരളത്തിലും BJP തന്നെ ഭരിക്കുന്ന കാലം വിദൂരമല്ല. അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പക്ഷെ അതുവരെ നിങ്ങൾ സംയമനം പാലിച്ച് മുന്നോട്ട് പോയാൽ കേരളത്തിലെങ്കിലും ഇങ്ങനെ വംശനാശം നേരിടാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് എന്റെ ഒരു അപേക്ഷയായി കണക്കുകൂട്ടുക. നന്ദി, നമസ്കാരം.